രാമായണം വായിക്കുന്ന കേൾക്കാൻ നല്ല രസാ. അച്ഛൻ ചായ കുടിച്ചോ? ഇല്ല, ദേ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടേ കൊടുക്കട്ടെ. അർച്ചനേട്ടത്തെ ഇങ്ങനെയാ, എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന് എല്ലാം ചെയ്യും. ആരോടും ഒരു പരാതിയും പറയില്ല. പാവം, എന്തൊക്കെ കഷ്ടപ്പാടാ അനുഭവിച്ചത്. അച്ഛാ, ദാ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വീടിന് ഇന്ന് ഒരു പുത്തൻ ഉണർവുണ്ടായത്. രാമായണം കേൾക്കുന്നത് തന്നെ ഒരു പുണ്യ. എല്ലാ വർഷവും രാമായണ മാസത്തിൽ ഞാൻ ഇത് ചെയ്യുന്നതല്ലേ. അത് മുടക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. എന്തായാലും നന്നായി മോളെ. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണ് മോനെ? അർച്ചനയുടെ അച്ഛനും അമ്മയും കൂടി അച്ഛനോട് പറയാൻ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാടാ എന്നോട് പറയാനുള്ള കാര്യം അവര് നിന്നെ ഏൽപ്പിക്കുന്നത്? അവർക്ക് നേരിട്ട് പറഞ്ഞൂടെ? അത് അങ്ങനെയുള്ള കാര്യമല്ല, ഞാൻ തന്നെ അച്ഛനെ കൊണ്ടത് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നാ അവർ പറഞ്ഞത്. എന്താ കാര്യം? അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടത്തുന്ന കാര്യ. എത്രയും വേഗം ആ ചടങ്ങ് നടത്തണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓ, അപ്പൊ അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടത്താനുള്ള പദ്ധതിയാണ്. അതിനിപ്പോ ഇവിടെ ആർക്കാ തടസ്സം? എത്രയും വേഗം ആ ചടങ്ങ് നടത്താം. എന്നാ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞേക്കട്ടെ. അതിനെന്താ, വിളിച്ചു പറഞ്ഞേക്ക്. ജോൽസിനെ കൊണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ഉടനെ ചടങ്ങ് നടത്താം. അർച്ചന, അല്ലെങ്കിൽ വേണ്ട, താൻ തന്നെ വിളിച്ച് അച്ഛനോടും അമ്മയോടും ഈ വിവരം പറഞ്ഞേക്ക്. എത്രയും വേഗം നല്ലൊരു മുഹൂർത്തം കൂടി നോക്കാൻ പറഞ്ഞേക്ക്. ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. നല്ല മുഹൂർത്തം നോക്കി ചടങ്ങ് നടത്താൻ പോവാണ് എല്ലാരും കൂടി. മുഹൂർത്തം കൊണ്ടിങ്ങി വരട്ടെ, എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം.